വിഴിഞ്ഞം തുറമുഖം MD സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം നടന്ന ആദ്യ പരിപാടിയിൽ ദിവ്യ എസ് അയ്യരെ ഗൗനിക്കാതെ മുഖ്യമന്ത്രി. പരിപാടിയുടെ ഒരു ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി ദിവ്യയ്ക്ക് മുഖം കൊടുത്തില്ല. പരിപാടി കഴിഞ്ഞ് മുഖ്യമന്ത്രി മടങ്ങിയപ്പോഴും ദിവ്യയോട് സംസാരിച്ചില്ല. മലിനീകരണ ബോർഡിന്റെ ശില്പശാലയിലാണ് സംഭവം. ബിനിൽ ലീല സാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ മുഖ്യമന്ത്രിയുമായി ഒക്കെ വളരെ അടുത്ത് തന്നെ നിൽക്കുകയും ഒരുപാട് പരിപാടികളിൽ അത്തരത്തിലുള്ള പ്രകീർത്തിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമുക്കറിയാം. എന്തായാലും പുതിയ മുഖ്യമന്ത്രി ദിവ്യ എസ് അയ്യർക്ക് മുഖം കൊടുക്കാതെയാണ് ആദ്യ പരിപാടിയിൽ നിന്ന് മടങ്ങുന്നത്. രജീഷ്, മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ശില്പശാലയാണ് ഇന്ന് സംഘടിപ്പിച്ചത്. ശില്പശാലയിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ദിവ്യ എസ് അയ്യരും ഒരേ വേദിയിൽ പങ്കെടുത്തത്. ഈ സർക്കാർ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇരുവരും ഒരു പരിപാടിയിൽ ഒരുമിച്ച് പങ്കെടുക്കുന്നത്. അതിന്റെ ഏറ്റവും കൗതുകം ഇരുവരും സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി മുഖം കൊടുക്കുമോ ഗൗനിക്കുമോ എന്നുള്ളതായിരുന്നു. അതുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ വിസിലിന്റെ MD സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന KK രാഗേഷ് വലിയ വിമർശനം ഉയർത്തിയതാണ്. അത് വാർത്താ സമ്മേളനത്തിൽ അത് VD സതീശൻ ചോദ്യം ചെയ്യുകയും ചെയ്തതാണ്. ദിവ്യ എസ് അയ്യരെ മാത്രമല്ല, വിസിലിന്റെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പല ആളുകളെയും മാറ്റുകയും ചെയ്തിരുന്നു. ദിവ്യ എസ് അയ്യരെ മാത്രമല്ല മാറ്റിയത്. അതിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താണ് ഇത്ര പ്രശ്നം എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി VD സതീശന്റെ അന്നത്തെ ചോദ്യം. അതിനാധാരമായത് നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന്, അതായത് പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയപ്പോൾ വലിയ പ്രശംസിച്ചാണ് ദിവ്യ എസ് അയ്യരെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് പങ്കുവച്ചത്. കോൺഗ്രസ് അണികൾക്കിടയിലും നേതാക്കൾക്കുമിടയിൽ വലിയ വിമർശനത്തിന് ഒരു കാരണമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയനുമായി വലിയ അടുപ്പം കാത്തു സൂക്ഷിച്ച ആൾ കൂടിയാണ് ദിവ്യ എസ് അയ്യർ. അങ്ങനെ ആ സ്ഥാനത്ത് വിസിലിന്റെ MD സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറായി ദിവ്യ എസ് അയ്യരെ നിയമിക്കുന്നതും. പിന്നിൽ എന്തായാലും ദിവ്യ എസ് അയ്യരും മുഖ്യമന്ത്രിയും പങ്കെടുത്ത ഒരു പരിപാടി, ആ പരിപാടിയിൽ ഉടനീളം തന്നെ ദിവ്യ എസ് അയ്യരെ ഗൗനിക്കാതെയാണ് മുഖ്യമന്ത്രി ആ വേദി വിട്ടത്.